കണ്ണൂർക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ബിരിയാണി അല്ലേ? എന്നാൽ ബിരിയാണിക്കൊക്കെ മുന്നേ തന്നെ കണ്ണൂരിൻ്റെ നെഞ്ചിൽ ഇടം പിടിച്ച നല്ല മൊഞ്ചുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഉണ്ടാക്കുവാണെങ്കിൽ അത് കണ്ണൂരിൻ്റെ തനതായ രുചിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം. ഇതിനൊപ്പത്തിനൊപ്പം പിടിക്കണമെങ്കിൽ കണ്ണൂർ സ്റ്റൈലിൽ നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറിയും ഇനി ഒരു പപ്പടം പൊടിച്ചു ചേർത്ത് കുറച്ച് ചമ്മന്തിയും ചള്ളാസും അതുപോലെ തന്നെ കച്ചമ്പറും കൂട്ടിക്കുഴച്ചങ്ങ് കഴിച്ചതിന് ശേഷം കണ്ണൂർക്കാർക്ക് പതിവുള്ള ഒരു കാര്യമുണ്ട്, നല്ലൊരു സുലൈമാനി. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലും കുറച്ച് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒറ്റ വലിക്കങ്ങ് കുടിക്കണം. അപ്പോൾ നല്ല ഉഷാറായിട്ട് നമുക്കൊരു നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം അല്ലേ? നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ അതിന് നല്ല രുചിയും മണവും ഒക്കെ കിട്ടണം എന്നാണെങ്കിൽ വയനാടൻ കൈമ റൈസ് തന്നെ ഉപയോഗിക്കണം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് 15 മിനിറ്റ് തുടങ്ങി 20 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഒരു 20 മിനിറ്റിന് ശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്ന് കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് നിരത്തി കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഉണക്കിയെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് നല്ലതുപോലെ ചൂടായി വന്ന എണ്ണയിലോട്ടേക്ക് ഒരു സവാള തന്നെ ധാരാളമാണ്, അത് ചെറിയ സൈസിലുള്ളത് ഉപയോഗിച്ചാലും മതി. കനം കുറഞ്ഞ അരിയുവാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇനി ഇതിൻ്റെ കളറിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെ എണ്ണയിലിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിലോട്ടേക്കോ ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്കോ മാറ്റിക്കൊടുത്ത് പിന്നീട് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ചെത്തി അരിഞ്ഞു കൊടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ചേർത്ത് അപ്പോൾ തന്നെ വറുത്ത് കോരി പ്ലേറ്റിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ നെയ്ച്ചോറിൽ കാണാൻ ഒന്നുകൂടി മൊഞ്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി ക്യാരറ്റ് നമ്മൾ ഇതുപോലെ വറുത്ത് കോരി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് പതിവുള്ളത് തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് എണ്ണയിലിട്ട് അതേ സമയം വറുത്ത് കോരി കൂടെ തന്നെ നല്ല കുറച്ച് ഉണക്കമുന്തിരിയും രണ്ടും നമുക്ക് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റി കൊടുക്കാമല്ലേ. ഇനി ബിരിയാണി ചെമ്പോ നെയ്ച്ചോറിൻ്റെ ചെമ്പോ ആണ് ഏറ്റവും നല്ലത് നമ്മുടെ മോഡേൺ പാത്രത്തിനേക്കാളും എന്തുകൊണ്ടും. ഞാനിപ്പോൾ സാധാരണ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ കൂടെ നമുക്ക് വെളിച്ചെണ്ണയോ പാം ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതും ഉപയോഗിക്കാം. എന്നാലും ആ ഒരു രുചിയും മണമൊക്കെ ഒന്ന് നല്ല രീതിയിൽ കിട്ടണം എന്നാണെങ്കിൽ 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ വരെ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. 2 കറുവപ്പട്ട, 3-4 ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീഫ് ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം ഒന്നങ്ങ് മൂപ്പിച്ചെടുത്ത് കൂടുതൽ രുചിയും മണവും കിട്ടുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ വെളുത്തുള്ളിയും ഒന്നങ്ങ് ചതച്ചെടുക്കുക. കൂടെ തന്നെ ഒരു സവാള വളരെ ചെറുത് മതിയാകും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യം. സവാള ആയിക്കോട്ടെ, ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം ഒന്നങ്ങ് വാടിക്കിട്ടിയാൽ മാത്രം മതി. കൂടുതൽ സമയം വഴറ്റിയെടുത്ത് കളറ് മാറിക്കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കളർ മൊത്തത്തിൽ അങ്ങ് മാറി നഷ്ടപ്പെട്ടു പോകും. ഒന്നങ്ങ് വാടിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 2 കപ്പ് വയനാടൻ കൈമക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെട്ടിത്തിളക്കുന്ന വെള്ളമോ ചൂടുവെള്ളമോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് 2 കപ്പ്, 1 കപ്പിന് 1.5 കപ്പാണ് കേട്ടോ അളവ്. ആ അളവ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം എപ്പോഴും വെള്ളത്തിൻ്റെ രുചി നോക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. വെള്ളത്തിൽ ഉപ്പിൻ്റെ രസം ഒന്ന് കയറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ചോറിന് കറക്റ്റ് പാകത്തിന് ഉപ്പ് കിട്ടുന്നത്. ഇനി അടച്ചു വെക്കാം അല്ലേ? അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന വയനാടൻ കൈമ റൈസ് ചേർത്ത് കൊടുക്കാൻ. ഈ അരിക്ക് പകരം ഒരിക്കലും ബസ്മതി റൈസൊന്നും ചേർത്ത് ഒരിക്കലും തയ്യാറാക്കിയെടുക്കരുത്, ഒട്ടും തന്നെ രുചി ഉണ്ടാവില്ല. ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അടുത്ത ഒരു ചെറിയ തിള വരുന്ന സമയം വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. കറക്റ്റ് 2 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് തുറന്ന് വെച്ച് 2 കാര്യങ്ങൾ കൂടി ഇതിലോട്ട് കൂടുതൽ മണവും രുചിയും കിട്ടുന്നതിനായി ചേർത്ത് കൊടുക്കാം. അതിൽ ഒന്നാമത് നല്ല 2 ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയും 1 ടീസ്പൂൺ തുടങ്ങി 1.5 ടീസ്പൂൺ അളവ് വരെ ചെറുനാരങ്ങ പിഴിഞ്ഞ നീരുമാണ്. ഇത്രയും ചേർത്ത് തവി താഴെ ഭാഗം വരെ എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുക്കണം. നല്ലതുപോലെ ചുറ്റിച്ച് കുറച്ച് സമയം വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടച്ചു വെക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ക്ഷമയോടെ നെയ്ച്ചോറാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയല്ലേ. വളരെ കുറഞ്ഞ സമയം മാത്രം മതി, പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. വയനാടൻ കൈമ മിക്കവരും ഉപയോഗിക്കാത്തതിനുള്ള പ്രധാന കാരണം മിക്കവരും പറയുന്നത് ഇതങ്ങ് വെന്ത് കുഴയുന്നു, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അരി എപ്പോഴും വെള്ളത്തിനകത്ത് കുതിർത്തി വെച്ചതിന് ശേഷം വെള്ളം വാർന്ന് ഉണക്കിയെടുത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ച് ചുറ്റിച്ചിളക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കല്യാണ നെയ്ച്ചോറിൻ്റെ അതേ രുചിയും മണവും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലും ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ഉണക്കമുന്തിരിയും കശുവണ്ടി
അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ പരിപാടി തന്നെ ഒന്ന് ചുറ്റിച്ചിട്ട് താഴെ ഭാഗം വരെ എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യുടെ മണം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നെയ്ച്ചോറ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാമല്ലേ. സെർവ് ചെയ്യുന്നതിലുമുണ്ട് കാര്യം. കുറച്ച് ചെറുനാരങ്ങ അച്ചാർ, കൂടെ തന്നെ നമുക്ക് നല്ല പച്ചക്കളറിൽ കാണുന്ന സുന്ദരി ഉണ്ടല്ലോ, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വിനാഗിരി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുള്ള ചമ്മന്തിയാണ്. കൂടെയുള്ളത് കുറച്ച് നമ്മൾ പേരിൽ ചള്ളാസ് എന്നൊക്കെ പറയും, കുറച്ച് സവാളയും കുക്കുംബറും ക്യാരറ്റും വിനാഗിരിയും ചേർത്ത് ഒന്ന് തിരുമ്മിയെടുത്താൽ മതി. അടുത്തത് നമ്മുടെ കച്ചമ്പറാണ്. ഇതിന് വേറെ എന്തെങ്കിലും പേരിൽ പറയുന്നുണ്ടോ, സാലഡ് എന്ന് പറയുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ സ്വന്തം കച്ചമ്പർ. ഇനി നമുക്ക് ആവശ്യം നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ നെയ്ച്ചോറും നല്ല വറുത്തരച്ചിട്ടുള്ള നാടൻ കോഴിക്കറി. അപ്പോൾ ഈ കോഴിക്കറിയുടെ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇതും കൂട്ടിക്കുഴച്ചിട്ട് കഴിക്കുമ്പോഴുള്ള നെയ്ച്ചോറിൻ്റെ ആ ഒരു സ്വാദം ഉണ്ടല്ലോ, നമ്മുടെ കല്യാണ വീട്ടിൽ കിട്ടുന്ന സെയിം രുചിയിൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.